ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പാഴായിട്ട് കളയുന്ന, അതായത് വേസ്റ്റായിട്ട് കളയുന്ന പാത്രങ്ങൾ, സോസർ, കുപ്പി, ഗ്ലാസ്, കപ്പ് ഇതെല്ലാം നമുക്ക് പ്ലാന്ററാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അത് ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോഴും നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെയൊക്കെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലുള്ള ആ ക്യാരിയർ ഉണ്ടല്ലോ, ചെറിയൊരു ബോക്സൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് സാധനമൊക്കെ വെക്കാൻ പറ്റിയ ആ ഒരു ക്യാരിയറാണിത്. ഇത് ഞാനൊരു പ്ലാന്ററാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മണ്ണിൽ കൊക്കോപ്പീറ്റൊക്കെ നിറച്ചതിന് ശേഷം നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റ് ഇതിൽ നട്ടുവെച്ചിരിക്കുകയാണ്. കണ്ടോ, നല്ലപോലെ തഴച്ച് വളർന്നു വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ കുഞ്ഞു പ്ലാന്റ്സിൻ്റെ തൈകളൊക്കെ നിറയെ ഉണ്ടായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് കിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കപ്പുകൾ, അത് ഞാൻ നിങ്ങൾ നേരത്തെ കാണിച്ചാണ് നമ്മുടെ വീട്ടിലൊക്കെ പൊട്ടിയ കപ്പ് എങ്ങനെയാണ് ഒരു പ്ലാന്ററാക്കി മാറ്റുന്നതെന്ന്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കൂ. ഓക്കെ, ഇത് കണ്ടോ, ഈ സ്പൈഡർ പ്ലാന്റ് മാത്രമല്ല, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാത്തിലും മണ്ണ് നിറച്ചതിന് ശേഷം നമുക്ക് ചെടി നട്ടു വെക്കുകയാണെങ്കിൽ വളരെ നല്ല, അതൊരു യൂസ്ഫുള്ളായിട്ട് മാറും. പിന്നെ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് കളയുന്ന പെയിൻറ്റിൻ്റെ ബക്കറ്റ്. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കുറേ നാളായി, പഴയതായതുകൊണ്ടാണ് ഒരു പുതിയതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെട്ടു പോയത്. നല്ലപോലെ പെയിൻറ്റ് ചെയ്തു. അതിനുശേഷം ഇതിൽ നല്ലതുപോലെ വളമുള്ള മണ്ണും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ നിറച്ചതിന് ശേഷം ഇതിൽ കറിവേപ്പിൻ്റെ വിത്തിട്ട് പാകി കിളിച്ചാണിത് കേട്ടോ. കണ്ടോ, തൈ കിളിച്ച് ഇത്രയും ആയിട്ടുണ്ട്. ഇതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു PVC പൈപ്പിൻ്റെ കഷ്ണം ഇതേപോലെ ഇറക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് ഇത് കിളിച്ച് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതേപോലെ നിങ്ങൾക്ക് നട്ടുവെക്കാൻ പറ്റും. ഇനി ആരും അതിനെ പെയിൻറ്റിൻ്റെ ബക്കറ്റോ അല്ലെങ്കിൽ പൊട്ടിയ ബക്കറ്റുകളോ ഒന്നും എടുത്ത് കളയേണ്ട. അതെല്ലാം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെടികൾ നടാം. കറിവേപ്പ്, അതുപോലെ ചെറിയ ഒക്കെ നട്ടുവെക്കാൻ പറ്റും. ഇതിനൊന്നും പൈസ കൊടുത്ത് നമ്മൾ പുറത്ത് പോയി വാങ്ങേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ഒരു റൈസ് കുക്കറായിരുന്നു. ഇത് പഴയ ഒരു റൈസ് കുക്കറായിരുന്നു. ഇത് കേടായി. അന്നേരം ഇത് കളയണ്ട എന്നല്ലോ ഒന്ന് ഓർത്ത് ഇതിൽ മണ്ണൊക്കെ നിറച്ച് ഇതേപോലെ സിങ്കോണിയം നട്ടു വെച്ചിരിക്കുകയാണ്. ആ സിങ്കോണിയം നിറച്ച്, ഈ കുക്കർ നിറച്ച് സിങ്കോണിയം വളർന്ന് പന്തലിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, എന്ത് ഭംഗി കാണാൻ. പിന്നെ ഈ കുക്കറിൻ്റെ ലുക്ക് നമുക്ക് ആകെ ഒന്ന് മാറ്റാൻ പറ്റും. കുറച്ച് പെയിൻറ്റൊക്കെ ചെയ്ത് ഒരു ഡിസൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യുക. നിങ്ങളുടെ കയ്യിലും ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പാഴായ കുപ്പികൾ, ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഹാങ്ങിങ് പോട്ട്സൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അടുത്തൊരു ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട്, ഇതൊരു ചെറിയൊരു ബക്കറ്റ് പോലുള്ളൊരു പാത്രമായിരുന്നു. ഇതിലാണ് നമ്മൾ ഒരു ഫ്ലവർ വാസ് എടുത്ത് വെച്ചിട്ട് അതിലും നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. സ്പൈഡർ പ്ലാന്റ് അല്ല, നമ്മുടെ കയ്യിൽ ഏത് ചെടിയാണോ ഉള്ളത് അത് വെച്ച് കൊടുക്കുക. അതുപോലെ ഈ സ്റ്റാൻഡ് ഈ ബക്കറ്റിലൊന്ന് ഇറക്കി ഇരിക്കുക, അത് കമന്ന് പോകാതിരിക്കാൻ വേണ്ടി ചുറ്റും വലിയ വലിയ പെബിൾസൊക്കെ ഇട്ട് ആ സ്റ്റാൻഡിനെ അവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. കണ്ടോ, നല്ല ഭംഗിയാണത് കാണാൻ തന്നെ. ഇനി ഇത് കിളിച്ച് ഫുൾ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ കുഞ്ഞു പ്ലാന്റ്സൊക്കെ ഇങ്ങനെ തൈ ഉണ്ടായി വരുമ്പോൾ കാണാൻ ഒന്നുകൂടി അട്രാക്റ്റീവായിരിക്കും. ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് ഏത് ചെടിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, സ്നേക്ക് പ്ലാന്റൊക്കെ ഇതിൻ്റെ അകത്ത് നടുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അതേപോലെ തന്നെ കാക്ടസിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നട്ടുവെക്കാൻ പറ്റും. അടുത്തത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒക്കെ വെക്കുന്ന ടൈപ്പിലുള്ള നമ്മുടെ മാഗ്നറ്റിക് പോട്ടായിരുന്നു. അത് ഞാൻ കൊണ്ട് വെളിയിൽ വെച്ചു. ഇങ്ങനെ പല പല ഐഡിയാസ് നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ്ഫുള്ളാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ചിരട്ടയ്ക്കകത്തൊക്കെ നമുക്ക് കുറച്ച് മണ്ണും മണലും ഒക്കെ നിറച്ചതിന് ശേഷം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നമുക്ക് ചിരട്ട യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഐഡിയയാണ്. അതുപോലെ തന്നെ പഴയ ടയറുകളിലും നമുക്ക് കളറൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്ത് നമുക്ക് ഹാങ്ങിങ് പോട്ട്സ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പഴയ ടയറും പഴയ കലം ഉപയോഗിച്ച് ചെയ്ത് നമ്മുടെ സ്പിൽഡ് പോട്ട് ഗാർഡൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കണ്ടു നോക്കുക. അതുപോലെ നമ്മുടെ ഗാർഡനിൽ നിന്ന് കിട്ടിയ ഒരു പാമ്പിൻ്റെ കുഞ്ഞാണിത്. കണ്ടോ, അതിനെ കുപ്പിയിലാക്കി വേറെ കാട്ടിലോട്ട് കളയാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, നല്ല വിഷമുള്ള ഒരു പാമ്പായിരുന്നു. ഇത് ഏതാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഗാർഡനിൽ കിട്ടിയത്. ഇനി നിങ്ങൾ ചെടികളുടെ ഇടയ്ക്കൊക്കെ ഇത് വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. വളരെ കെയർഫുള്ളായിട്ട് വേണം എന്ത് ചെയ്താലും
സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഓരോ കാര്യങ്ങളും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിനി ഇത്രയും നേരം വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. വേറൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും വരെ എല്ലാ ഫ്രണ്ട്സും ടേക്ക് കെയർ ആൻഡ് സീ യു ഫ്രണ്ട്സ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.